കളർഫുൾ ആയിട്ടുള്ള മൊസൈക് ചിപ്സ് വെച്ചിട്ട് ഇതേപോലുള്ള ഇന്റർലോക്ക് ചെയ്യുന്നത് എന്തൊരു ഭംഗി ഇത് കാണാന്. അപ്പൊ ലാസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഷീൻ്റെ അകത്തിട്ട് ഗ്രൂ കട്ട് ചെയ്യലാണ്. ആ ഗ്രൂ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് പുറത്ത് വരുന്നത്. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു മെഷീൻ ആണ് അല്ലേ? വൈറ്റ് സിമെന്റ് ആണ് നിങ്ങൾ വൈറ്റ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം വളരെ കൂടുതലാണ്. ഇത് ശരിക്കും വേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക്? ശരിക്കും വേസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ROVER എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്തായിട്ട് അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. SRG ഇന്റർലോക്സിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്റർലോക്സ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വീടുകളിലെ സ്ഥാപനത്തിലേക്ക് ഒത്തിരി ഇന്റർലോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള പല പ്രോഡക്ട്സും ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയാണ് ഈ SRG ഇന്റർലോക്സ് എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ മൊസൈക്ക് ചിപ്സിൽ ഇന്റർലോക്ക് ചെയ്തെടുക്കുന്നു. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇന്റർലോക്ക് സിസ്റ്റം. ഇത് മാത്രമല്ല വോൾ ബ്രിക്സും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു കമ്പനിയിൽ വന്ന സമയത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇന്റർലോക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാം. നേരെ SRG ഇന്റർലോക്സിന്റെ വിശേഷങ്ങളിലേക്ക്. SRG ഇന്റർലോക്സ് കമ്പനിയുടെ ഓണർ രജോഷാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? 2000 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 24 വർഷത്തോളമായി തുടർന്ന് കൊണ്ടുപോകുന്നത്. 24 വർഷമായി. ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഗുജറാത്തിൽ നിന്നാണ് ഇതിന്റെ സംഭവത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. ടൈൽസിന് പോയപ്പോൾ അവിടുന്ന് സംഭവത്തിനെ പറ്റി മനസ്സിലാക്കി വളരെ ചുരുങ്ങിയ തോതിൽ വളരെ ചെറിയ രീതിയിൽ 4 ആൾക്കാർ മാത്രമായിട്ട് വളരെ ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. 150 മോഡൽ ഇന്നലെ എത്തി നിൽക്കുന്നത് ഏതാണ്ട് 8000 കട്ടയോളം ഡെയിലി പ്രൊഡക്ഷനിലെ ഒരു കമ്പനിയും 4000 കട്ടയോളം ഡെയിലി പ്രൊഡക്ഷനിലെ 2 കമ്പനിയായിട്ട് അത് മാറിയിട്ടുണ്ട്. വളരെയധികം ഡെവലപ്പായിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ അന്നും ഇന്നും നമ്മളുടെ ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠത ഈ 3 സംഭവങ്ങളെ ഊന്നിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അന്നും ഇന്നും മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിന് ഇത്രയും വളർച്ചയുടെ കാരണം അല്ലേ? അതാണ് ഇത്രയും വളർച്ചയുടെ കാരണം. 4 പേരിൽ തുടങ്ങിയിട്ട് ഇന്ന് എത്ര പേരുടെ? 168 പേരോളം ഇന്ന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രോഡക്റ്റ്, പല വെറൈറ്റി പ്രോഡക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് മൊസൈക്ക് ചിപ്സിലൊക്കെ നിങ്ങൾ ഇവിടെ ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, മൊസൈക്ക് ചിപ്സിന് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് മൊസൈക്ക് ചിപ്സിന്റെ കട്ട ചെയ്യുന്ന കമ്പനികളുള്ളൂ. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ ഏറ്റവും ഗുണകരമായ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ രീതി എനിക്ക് കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ വെച്ചാണ് സാധാരണ ഓർഡിനറി ഇന്റർലോക്കുകൾ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബേബി മെറ്റൽ പൊടി, പാറപ്പൊടിയാണ്. പൊടി എന്ന് ഉദ്ദേശിച്ചത് പൊടി, അതുപോലെ തന്നെ ഓക്സൈഡ് ഇമ്പോർട്ടഡ് ഓക്സൈഡുകൾ, അതുപോലെ തന്നെ വൈറ്റ് സിമെന്റ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെന്റ് ആണ് നിങ്ങൾ? വൈറ്റ് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെന്റ് ഉപയോഗിക്കുന്നത് അപൂർവം ചില കമ്പനികളെ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈറ്റ് സിമെന്റ് ഒരുപാട് കോസ്റ്റ്ലിയാണ്. 330 രൂപ ഇപ്പോഴത്തെ റേറ്റിൽ ഗ്രേ സിമെന്റ് വരുമ്പോൾ വൈറ്റ് സിമെന്റ് 1100 രൂപയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കമ്പനികളും വൈറ്റ് സിമെന്റ് ഉപയോഗിക്കാതെ കട്ടയടിക്കുന്നത്. അത് വളരെ കോസ്റ്റ് ആയതുകൊണ്ടാണ്. വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് സിമെന്റിൽ ഉപയോഗിക്കുന്ന കട്ടകളിൽ ഫംഗസ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഫംഗസ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് സാധാരണ ഇന്റർലോക്കിന്റെ മുകളിൽ ഫംഗസ് പിടിക്കുമ്പോൾ അത് കഴുകുമ്പോൾ അതിന്റെ വേരിറങ്ങിയിട്ട് കുറച്ച് ഭാഗം മിക്സ് തെറിച്ചു പോകും ഇതിന്റെ മേലെ. അതേ സ്ഥാനത്ത് ഫിനിഷിംഗ് ഇല്ലാതായി പോകും. അതേ സ്ഥാനത്ത് വൈറ്റ് സിമെന്റ് അടിച്ച കട്ടേന്റെ മുകളിൽ ഫംഗസ് പിടിച്ചു കഴിഞ്ഞാൽ കഴുകുമ്പോൾ പൂപ്പലിന്റെ വേര് കട്ടേന്റെ മുകളിൽ ഓടുകയില്ല. അത് പോകുമ്പോൾ പൂപ്പല് മാത്രമേ പോവുള്ളൂ, കട്ട ഒന്നും ആവില്ല. ഫിനിഷിംഗിന് ഒരു കുഴപ്പം വരില്ല. അതാണ് വൈറ്റ് സിമെന്റ് അടിച്ചതിന്റെ കട്ടേന്റെ ഗുണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാവി ബേറിന്റെ ഇമ്പോർട്ടന്റ് കാവിയാണ്. അപ്പോൾ അതിന്റെ കളർ ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. വൈറ്റ് സിമെന്റും കാവിയും കൂടി അരച്ചു ചേർത്തിട്ടുള്ള മിശ്രിതം ആദ്യം മോൾഡിലേക്ക് ഒഴിക്കുകയും 1ാമത്തെ ടേബിൾ നിന്ന് 2ാമത്തെ ടേബിളിലേക്ക് വരികയും അവിടുന്ന് കോൺക്രീറ്റ് മിക്സ് 2ാമത് കൊടുത്ത് 2ാമത്തെ ലെയർ നിന്ന് വൈബ്രേറ്റ് ചെയ്ത് പുറത്ത് പോയി അത് സേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അത് ഡീമോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യാൻ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ല കണ്ടീഷനായിട്ട് ഉണക്കി 6 ദിവസം വരെ ഉണങ്ങിയ ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് ഏഡ് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മൊസൈക്ക് ചിപ്സിന്റെ ഇന്റർലോക്കിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇന്റർലോക്ക് അത് നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽസ് ആന്ധ്രയിൽ നിന്നാണ് മൊസൈക്ക് ചിപ്സ്, കളർ മൊസൈക്ക് ചിപ്സ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെന്റിൽ കാവി ഓക്സൈഡ് ഒക്കെ ചേർത്ത് അതിന്റെ കറക്റ്റ് മിക്സിംഗ് വൈറ്റ് സിമെന്റിൽ ചെയ്തതിന് ശേഷം അത് മോൾഡിലേക്ക് ഇട്ട് മോൾഡിൽ നിന്ന് 2ാമത്തെ ലെയറിൽ നമ്മൾ കോൺക്രീറ്റും കൂടി മിക്സ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കി സേക്ക് ചെയ്തതിന് വെച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് ഇത് നമ്മൾ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു മെഷീൻ ഉണ്ട്. ഈ മൊസൈക്ക് ചിപ്സിന്റെ കട്ട ഗ്രൂ കട്ട് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകമായിട്ട് വേറെ മെഷീനും കൂടി വേണം. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ലാസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഷീൻ്റെ അകത്തിട്ട് ഗ്രൂ കട്ട് ചെയ്യലാണ്. ആ ഗ്രൂ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് പുറത്ത് വരുന്നത്. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു മെഷീൻ ആണ് അല്ലേ? മെഷീൻ. ഇത് ഇമ്പോർട്ടഡ് ആണ്. അതിവിടെ നമ്മുടെ സ്ഥലത്ത് ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഈ മൊസൈക്ക് ചിപ്സിൽ ചെയ്യുന്ന ഇന്റർലോക്ക് കട്ടകൾ നമുക്ക് അടുത്തൊക്കെ കിട്ടാനുണ്ടോ? ഇല്ല. നമ്മുടെ ജില്ലകളിൽ അയൽ ജില്ലകളിലൊന്നും കിട്ടാനില്ല. കോഴിക്കോടില്ല,
കണ്ണൂരില്ല, കാസർഗോഡില്ല, വയനാടില്ല. ഓക്കെ, ഈ മൊസൈക്ക് ചിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ഡൗട്ട് ചോദിക്കുകയാണ്, നമ്മൾ തെന്നി വീഴാനുള്ള അല്ലെങ്കിൽ വഴുതി വീഴാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും? ഒരിക്കലും തെന്നി വീഴില്ല. കാരണം വെച്ചാൽ അത് അതിന്റെ മുകളിൽ ഗ്രിപ്പ് അടിച്ചിട്ടാണ് നമ്മൾ പുറത്ത് വരുന്നത്. അതിന്റെ ഭംഗിയും അതിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ തെന്നി വീഴാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മെഷീനിൽ കയറി ഇറങ്ങി പോകുമ്പോഴാണ് സംഭവിക്കുന്നത് അല്ലേ? അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വേറൊരു പ്രൊഡക്റ്റ് ആണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മളിപ്പം പുതുതായിട്ട് ആരംഭിച്ചതാണ് വോൾ ബ്രിക്സ്. വോൾ ബ്രിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനെക്കൊണ്ട് ഏത് കെട്ടിടം ഉണ്ടാക്കുന്നതിനും സിമെന്റ് കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. അടിയിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കട്ട വെച്ച് ചാച്ച് പോയി അത് ലോക്കുള്ള കട്ടയാണ്, ലോക്ക് ചെയ്ത് പോകുന്ന സിസ്റ്റമാണ്. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ബ്രിക്ക് തന്നെയല്ല, ഇതിനെന്തെങ്കിലും പ്രത്യേകത? കാണുന്നത് തന്നെയാണ്, പക്ഷേ ഇതിന്റെ പ്രത്യേകത നമ്മൾ അതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ മൊസൈക് ചിപ്സിന്റെ സ്ലെറിയാണ്. വൈറ്റ് സിമെന്റ് മൊസൈക് ചിപ്സും കൂടി വരുന്ന സ്ലെറിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഫിനിഷിങ്ങും കൂടുതൽ ഈടും അതിന് കിട്ടും. ഈ സ്ലെറി എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? സ്ലെറി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള സ്ലെറിക്ക് മാത്രമേ നമ്മൾ ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ മൊസൈക് ചിപ്സിന്റെ കട്ട ഗ്രൂ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ലെറിയാണത് മൊസൈക് ചിപ്സിന്റെ വൈറ്റ് സിമെന്റും കൂടി ഉള്ള സ്ലെറി. ഇത് ശരിക്കും വേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക്? ശരിക്കും വേസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സിന് കൂടുതൽ ഈട് നിൽക്കും, മറ്റേ സ്ലെറിയെക്കാട്ടും കൂടുതൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം. പിന്നെ ഇതിന്റെ മുകളിൽ സ്ട്രെങ്ത് കൂടുതൽ കിട്ടും. കാരണം നമ്മൾ 2 നില 3 നില വരെ വാർത്ത വീടുകൾക്ക് വരെ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കംപ്ലൈന്റും ഇല്ല, നല്ല സ്ട്രെങ്ത് ഉള്ള സാധനമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തേക്കേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്ററിങ്ങിന്റെ ആവശ്യമില്ല, നേരെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പം 100% നമുക്ക് വരുന്ന ചിലവിൽ 60% മാത്രമേ വോൾ ബ്രിക്സ് വെച്ചിട്ട് ഒരു കെട്ടിടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലവ് വരുള്ളൂ. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് പിന്നെ മതിലുകൾ കെട്ടിക്കഴിഞ്ഞാൽ, കോമ്പൗണ്ട് വാൾ കെട്ടിക്കഴിഞ്ഞാൽ, കോമ്പൗണ്ട് വാൾ എപ്പോഴെങ്കിലും പറിച്ച് മാറ്റുമ്പോൾ ഒരു കട്ട പോലും വേസ്റ്റ് ആവില്ല, കംപ്ലീറ്റ് നീക്കി എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അഴിച്ചെടുക്കും പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ഈ കട്ടകൾ റോട്ടിൽ വിരിക്കുന്നത് അതുപോലെ വീടുകൾ ചെയ്യുന്നൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിൽ വ്യത്യാസം എന്താണ് വരുന്നത്? ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരേ മിക്സ് തന്നെയാണ് രണ്ടിനും വേണ്ടി ചെയ്യുന്നത്, പക്ഷേ തിക്നെസ്സിൻ്റെ അകത്ത് വ്യത്യാസം വരുത്തും. നമ്മൾ റോഡ് മേലെ വിരിക്കുന്ന കട്ട 80 mm 100 mm ഉണ്ടാവും, മറ്റേ വീടുകളിലേക്ക് സാധാരണ കട്ടകളിൽ 60 mm ഉണ്ടാവുള്ളൂ. അതിനാ വ്യത്യാസം? അതേ വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ മിക്സിലല്ല അതിന്റെ ഒരു വ്യത്യാസം വരിക? അല്ലല്ല, മിക്സിൽ നമ്മൾ വ്യത്യാസം വരുത്തില്ല. മിക്സിൽ വ്യത്യാസം വരുത്തിയിട്ട് നമ്മുടെ 1 രൂപ 2 രൂപ ലാഭിക്കുന്ന പരിപാടി നമുക്കില്ല. നമ്മളെ ക്വാളിറ്റി ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠത അത് പാലിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകുള്ളൂ. 1 രൂപ 2 രൂപ പ്രോഫിറ്റ് കുറഞ്ഞാൽ നമ്മൾ അതിൽ അത് അങ്ങനെ പരിപാടി നടക്കുകയില്ല. കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ കൊടുക്കുള്ളൂ. പാർട്ടിന്റെ അടുത്ത് കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തും. അത് വേറൊരു ചോദ്യം വരാത്ത തരത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൂടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, അതാണ്, അത് മസ്റ്റാണ്. ഇവിടെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ഈ കട്ടകളൊക്കെ നിങ്ങൾ കട്ടയായിട്ട് മാത്രമാണോ കൊടുക്കുന്നത്, അതല്ല നിങ്ങൾ വിരിച്ചു കൊടുക്കുവോ? കട്ടയായിട്ടും കൊടുക്കും, വിരിച്ചും കൊടുക്കും. വിരിച്ചു കൊടുക്കുന്നത് മൊസൈക് ചിപ്സിന്റെ കട്ട കേരളത്തിൽ ഫുള്ളായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ കട്ട മാത്രം സെയിൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. എക്സ് ഫാക്ടറി സാധനം കൊടുക്കും. ഏത് കട്ട വേണമെങ്കിലും കൊടുക്കും, ഇന്ത്യയിൽ എവിടെയും കൊടുക്കും. പക്ഷേ എന്താ വെച്ചാൽ വിരിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ മാത്രം മൊസൈക് ചിപ്സിന്റെ കട്ട മാത്രമേ വിരിച്ചു കൊടുക്കൂ. കേരളം മുഴുവൻ വിരിച്ചു കൊടുക്കും. ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? പ്രൈസ് 68 മുതൽ 116 വരെ നമ്മൾ വിരിച്ചു കൊടുക്കുന്ന പ്രൈസാണ്. അതുകൂടാണ്ട് ഇതിന്റെ സെയിൽസ് മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഐറ്റത്തിന്റെ പ്രൈസ് നമ്മൾ പറയാൻ തയ്യാറാണ്, അന്നേരം പറഞ്ഞു തരാം. വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. സൈറ്റിലും ഡെലിവറി ഉള്ള സൈറ്റിന്റെ ഓരോരോ ദൂരത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇത് നിങ്ങൾ വിരിച്ചു കൊടുത്ത സ്ഥലങ്ങളിലെ ആഫ്റ്റർ സർവീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും സർവീസ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു കൊല്ലത്തിനുള്ളിൽ ഒരു മഴ ഒരു വെയിലിനുള്ളിൽ അമർന്ന് പോവോ തള്ളിപ്പോവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തു തരും. ഒരു കൊല്ലത്തിനുള്ളിൽ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഉള്ള സർവീസ് എന്താണെന്ന് വെച്ചാൽ പെയ്ഡ് ആയിരിക്കും. നമ്മൾ സർവീസ് ചെയ്തില്ല എന്നല്ല, സർവീസ് എല്ലാ സമയത്തും ഉണ്ടാവും. പക്ഷെ ഒരു കൊല്ലം വരെ ഫ്രീ സർവീസും, ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയ്ഡ് സർവീസും ആയിരിക്കും. ഇത്രയാണ് SRG ഇന്റർലോക്സിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? ഇന്റർലോക്സ്, അതേപോലെ തന്നെ മൊസൈക് ചിപ്സിന്റെ ഇന്റർലോക്സും അതെ വോൾ ബ്രിക്സും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പലരും ഇതുവരെ കാണാത്ത രീതിയിലുള്ള മൊസൈക് ചിപ്സിന്റെ എങ്ങനെയാണ് ഒരു മെഷീൻ വെച്ചിട്ട് അത് ചെയ്തെടുക്കുന്നത്, അതേപോലെ തന്നെ വൈറ്റ് സിമെന്റ് വെച്ചിട്ട് ഇന്റർലോക്ക് ചെയ്യുമ്പം എത്രമാത്രം പവറോട് കൂടിയിട്ട് അത് നിൽക്കുന്നുണ്ട്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ വന്ന സമയത്ത് കാണാൻ സാധിച്ചത് രാവിലെ 6 മണിക്ക് തന്നെ ഇവിടുത്തെ വർക്ക് തുടങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാ വർക്കേഴ്സും 6 മണിക്ക് തന്നെ വരുന്നു. ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം വഴിയാണ് ഈ ഒരു SRG എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയും കൂടി ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചു. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.